الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. صدق الله العظيم. من تسمع حديث قوم وهم له كارهون صب في أذنيه الآنك يوم القيامة. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായൊരു വെള്ളിയാഴ്ച പ്രഭാതത്തിലാണ് നാം ഉള്ളത്. അതോടൊപ്പം റജബിൻ്റെ ഏകദേശം അവസാനത്തെ വെള്ളിയാഴ്ചയിൽ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ബറക്കത്തുകൾ ധാരാളമാക്കി തരട്ടെ. അതിവിശിഷ്ടമായ റമളാൻ സ്വാഗതം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ ചിലത് പറഞ്ഞു, അപ്പോൾ നിങ്ങളൊക്കെ ആമീൻ ചൊല്ലി പറഞ്ഞത് കേട്ടതിന് ആണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ കേട്ടപ്പോൾ പ്രതികരിച്ചു. ഇതുപോലെ നമ്മുടെ കാതിന് കൊടുക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. അതാണിപ്പോൾ നമ്മൾ നിറവേറ്റിയിട്ടുള്ളത്. കാത് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള അവയവങ്ങളിൽ ഒന്നാണ് കാത്. ശാസ്ത്രീയമായും ഒത്തിരി അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു അവയവമാണ് നമ്മുടെ ശരീരത്തിലെ കാത്. വളരെ സിമ്പിളാണ്, നോർമലാണ്. എന്നാലോ ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിയ വലിയ അപകടം. മനുഷ്യന്റെ ഒരുപാട് കഴിവുകളെ അതിൻ്റെ ഒക്കെ പിടികയറായിട്ടുള്ളൊരു കാതാണ്. കാത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ ഒരുപാട് കൂടുതൽ വേറെ ചില കഴിവുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ വളരെ കൂടുതൽ പവിത്രതയോടുകൂടി പരിപാലിക്കപ്പെടേണ്ട ഒരു അവയവം കൂടിയാണ് കാത്. ആ കാതും ഈ പറഞ്ഞതുപോലെ അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളിൽ പെട്ടതായതുകൊണ്ട് അതിനും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്, അതിന് നന്ദി ചെയ്യേണ്ടതുണ്ട്. എന്തും കേൾക്കാനുള്ളതല്ല നമ്മുടെ കാത് എന്നൊരു തിരിച്ചറിവും ഒരു മോമിനായ മനുഷ്യനും ഉണ്ടാവേണ്ടതുണ്ട്. أما الأذن فهي من أعظم النعم أيضا وقد خلقت للعبد ليستمع بها كلام ربه وسنة نبيه وكلام العلماء والحكماء من صالح عباد الله. അത് വലിയ നിഅമത്താണ്. അതല്ല പഠിച്ചെന്തിനാണ്? ഒന്ന് അല്ലാഹുവിൻ്റെ കലാം കേൾക്കാനാണ്, ഖുർആൻ കേൾക്കാനാണ്. രണ്ട് തിരുനബിയുടെ ഹദീസുകൾ കേൾക്കാനാണ്. ഇന്ന് മനുഷ്യൻ തീരെ കാത് കൊടുക്കാതിരിക്കുന്ന ഒരു ഒഴിഞ്ഞു മാറുന്ന ഇതും അത് തന്നെയാണ് ഖുർആനും ഹദീസ്. ഖുർആൻ കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് താല്പര്യമില്ല. ഹദീസ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കേൾക്കാൻ താല്പര്യമില്ല. അതിന് വേറെ എന്ത് മോശപ്പെട്ടത് കാണാനും കേൾക്കാനും ഒക്കെ നമ്മൾ പോയി കൊടുക്കും. ഇവിടെ ഒരു പാട്ട് പരിപാടിയുണ്ട്, ഒരു നാടക പരിപാടിയുണ്ട്, നൃത്ത പരിപാടിയുണ്ട്, ഗാനമേള ഉണ്ടെന്നൊക്കെ അറിഞ്ഞു നോക്കുങ്ങൾ പൂനം കുത്തി ഒഴുകുന്നല്ലേ കാളകൾ. ആ സമയത്ത് ഇവിടെ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട്, ഹദീസ് അത് വേണം. എന്നാൽ ഇമാമുകൾ പറയുന്നത് എന്തിനാണ് അല്ലാഹു തആല കാത് തന്നത്? ലിയസ്തമിഅ ബിഹാ കലാമല്ലാഹ്, അള്ളാന്റെ കലാമ് കേൾക്കാൻ, വസുന്നത്ത് നബിയിഹി, തിരുനബിയുടെ സുന്നത്ത് അഥവാ അവിടുത്തെ ഹദീസുകൾ കേൾക്കാൻ, കലാമൽ ഉലമാഇ, ആലിമീങ്ങളുടെ സംസാരം കേൾക്കാൻ, വൽ ഹുകമായി, തത്വജ്ഞാനികളുടെ ഉപദേശം കേൾക്കാൻ, മിൻ സാലിഹി ഇബാദില്ലാ, അള്ളാന്റെ അടിമകളിൽ സജ്ജനങ്ങളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്, അവരുടെ സതുപദേശങ്ങൾ കേൾക്കാനാണ് കാത് തന്നത്. അങ്ങനെ അത് കേട്ടാൽ എന്താ ആവുക? നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്, ഇതിനപ്പുറം വേറൊരു ലോകമുണ്ട്, പരലോകം.
അതാണ് യഥാർത്ഥ ജീവിതം. അവിടെയാണ് യഥാർത്ഥ സുഖ ദുഃഖങ്ങളൊക്കെ ഉള്ളത്. എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന മാർഗങ്ങളിൽ നമുക്ക് കടക്കാൻ കഴിയും. ഈ പറഞ്ഞതുപോലെ കാതിന് നിയന്ത്രണം കൊടുത്താൽ, നല്ലത് കേൾക്കാൻ വേണ്ടി നമ്മളെ കാത് ഉപയോഗിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന വഴിയിലേക്ക് നമ്മൾ അങ്ങനെ കടക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിനും ഉപകാരപ്പെടുന്ന അനേകം നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ കാതുകൾ നിയന്ത്രിച്ചാൽ നമുക്ക് സാധിക്കും. ഇനി അള്ളാഹ് നിഷിദ്ധമാക്കിയത് കേൾക്കാനാണോ ഇവൻ ചെവി താഴ്ത്തി കൊടുത്തതെങ്കിൽ കളവ് പറയുന്നവരുണ്ടാവും, അത് കേൾക്കാൻ നിന്ന് കൊടുത്തു. ഗീബത്തിൽ മറ്റൊരുവരുടെ കുറ്റവും കുറവും പറയുന്നവരുണ്ടാവും, ഗീബത്ത് പറയുന്നവരുണ്ടാവും, അത് കേൾക്കാൻ നിന്നുകൊടുത്തു. വളരെ വൃത്തികെട്ട വാക്കുകൾ, അശ്ലീലങ്ങൾ പറയുന്നത്, അത് കേൾക്കാൻ നിന്നുകൊടുത്തു. അവൻ അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിച്ചവനായി, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി ചെയ്യാത്തവനായി. എന്തുകൊണ്ട്? ഈ കാത് എന്തിനു വേണ്ടി പടക്കപ്പെട്ടുവോ സൃഷ്ടിച്ചുവോ അതിൻ്റെതായ ലക്ഷ്യത്തിൽ നിന്ന് മാറി വേറെ സ്ഥലത്തിൽ ഉപയോഗിച്ചു എന്നതുകൊണ്ട് അവൻ നന്ദി കെട്ടവനായി. ഇമാം ഗസാലി പറയാ, കളവ് പറയുന്നത് നമ്മൾ കേട്ടു എന്നുള്ളത് പറഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ കേട്ടോ, എനിക്ക് പറയാൻ തന്നൂടെ? പറഞ്ഞു മാത്രമാണോ കുറ്റക്കാരൻ? ഇമാം ഗസാലി പറയുന്നത്, ലാ തദുന്നന്ന അന്നൽ ഇസ്മ യഖ്തസ്സു ബിഹിൽ ഖായിൽ ദൂനൽ മുസ്തമിഅ ഫഇന്നൽ മുസ്തമിഅ ശരീകുൽ ഖായിൽ. പറയുന്നത് മാത്രമല്ല തെറ്റ് ഓനിക്കാണെന്ന് മാത്രം വിചാരിക്കണ്ട. ദൂനൽ മുസ്തമി, കേൾക്കുന്നവർക്ക് കുറ്റമൊന്നുമില്ല, പറഞ്ഞവർക്ക് കുറ്റം എന്ന് കരുതണ്ട. ഫഇന്നൽ മുസ്തമിഅ ശരീകുൽ ഖായിൽ, പറഞ്ഞോന്റെ പങ്കാളിയാണ് കാര്യം കേട്ടോ. അപ്പൊ രണ്ടാളും നല്ലത് കേട്ടാൽ നന്മയിൽ പങ്കാളികൾ, നല്ലതല്ലാത്തത് കേട്ടാൽ ആ ദൂഷ്യത്തിലും തിന്മയിലും രണ്ടാളും പങ്കാളികൾ തന്നെയാണ്. ചിലപ്പോ ചില ആളുകൾ നമ്മൾ അവരാരെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് അവരിഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ ചില ഈ ജാസൂസുകളുടെ ഒരു രീതിയുണ്ട്, ഒളിഞ്ഞു നിന്നിട്ടും വേറെ നിലക്ക് കള്ളത്തരത്തിലൂടെയും അത് കേട്ടെടുക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തണ പരിപാടി. അതിൽ പെട്ടതാണ് ഈ മൊബൈൽ ഓണാക്കിയിട്ട് വെക്കലും ക്യാമറ ഓണാക്കി വെക്കലൊക്കെ അതിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്റെ സാമൂഹികമായ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒത്തിരി ഉപദേശം നൽകി. അതിൽ പെട്ടെന്ന് കേൾപ്പിച്ച ഒരാള് മറ്റൊരാളുടെ സംസാരം കേൾക്കുകയാണ്. ഇവൻ കേൾക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ രണ്ടാള് സ്വകാര്യം പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ മൂന്നാള് കൂടിയിട്ട് എന്തോ കാര്യം സംസാരിക്കുന്നുണ്ടാവും. അതിനിവിടെ പോയിട്ട് ഇങ്ങനെ ചെവി വെച്ചു കൊടുക്കുക. ഇവൻ കേൾക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. എങ്കിൽ ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ മെനക്കെട്ട് നിൽക്കുന്ന ആളുകൾ ഇവർക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? നാളെ മഹ്ശറിൽ വരുമ്പോൾ ഇവരുടെ കാതുകളിലേക്ക് ചൂടുള്ള ദ്രവം ഉരുക്കി ഒഴിക്കും. ഈയം ഉരുക്കി ഒഴിക്കുക എന്ന് പറയാം. അത് ചെവിയിൽ ഒഴിക്കും. അത്ര കൂടുതൽ ശിക്ഷ അതിനുണ്ട്. അപ്പൊ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാതെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കട്ടെ, നമ്മൾ മാറിക്കണം. ഇഷ്ടപ്പെടാത്തത് കേൾക്കാൻ നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. അപ്പൊ എന്തു കേൾക്കാനുള്ളതല്ല നമ്മുടെ കാത് എന്ന് നമ്മൾ. ഇനി വേറെ ചിലതുണ്ട്, തെറ്റല്ല കേൾക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് കേൾക്കാൻ നിൽക്കരുത്. നമുക്കത് ആവശ്യമില്ല, പിന്നെ അത് കേൾക്കണ്ട. ചിലപ്പോൾ നമുക്ക് തീരെ അറിയാത്ത ഭാഷയിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നത്, നമുക്ക് ആ ഭാഷ എന്ന് അറിയില്ല, നമ്മൾ കേട്ടു കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇപ്പോ അന്യഭാഷ, നമ്മുടെ ഭാഷയല്ലാത്ത വേറൊരു ഭാഷയിൽ ചിലതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ അറിയുന്നത് വെച്ചിട്ട് അറിയാത്തത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കേൾക്കലുണ്ട്. ഇപ്പൊ കന്നഡ ഭാഷ നമുക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമാണ്. കാരണം ചിലതൊക്കെ അറിയാം. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ അറിഞ്ഞീമ പിടിച്ചിട്ട് അറിയാം. അത് പഠനം എന്നുള്ള നിലക്ക് അതാവാം. അതേ സമയത്ത് ഇത് നമുക്ക് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഒരു ഉമ്മാമ പണ്ട് ഇംഗ്ലീഷ് വാർത്ത വെച്ചിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ
എന്താ ഉമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചപ്പോൾ കരുണാകരനൊക്കെ പറയാൻ അറിയില്ല. കാരണം ഇംഗ്ലീഷിലാണെങ്കിൽ പേര് മാറ്റിണ്ടാവില്ല, മുഖ്യമന്ത്രിയുടെ പേര് ഇതുപോലെ. അപ്പൊ അതുകൊണ്ട് കാര്യമല്ല. അപ്പൊ നമുക്കറിയാത്ത ഭാഷകൾ അനാവശ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. മാത്രമല്ല, അത് നമ്മുടെ ചിന്ത മാറാനും നമുക്ക് മറവി വരാനും കാരണമാകും എന്നും ചില സൂഫിയാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്കറിയാത്തത് കേൾക്കരുത്. ചിലത് കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. ഇപ്പോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ദുആ കേട്ടാൽ ആ ദുആ കേൾക്കുമ്പോൾ നമ്മൾ ആമീൻ പറയണം. അതുപോലെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന വാങ്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ധർമ്മമുണ്ട്, നമ്മുടെ കാതുകൊണ്ട് കേട്ടതാണ്. അള്ളാഹ് നൽകിയ അനുഗ്രഹമാകുന്ന കാതുകൊണ്ടാണ് ആ മണിനാഥം നമ്മൾ കേട്ടിട്ടുള്ളത്, അള്ളാഹുവിലേക്കുള്ള വിളിയാളം കേട്ടത്. അപ്പൊ നമുക്കൊരു ഹക്കുണ്ട്, ആ ബാങ്കുകാരൻ ചൊല്ലിയതിന് ഇജാബത്ത് ചെയ്യുക. ഇഖാമത്ത് കൊടുക്കുമ്പോൾ ആ ഇഖാമത്തിനും ഇജാബത്ത് ചെയ്യണം. ചില ആളുകൾ ബാങ്കിനെ ഇജാബത്തില്ല, ഇഖാമത്തിന് ഇജാബത്തില്ല. ഇഖാമത്ത് കേൾക്കുമ്പോൾ വേഗം വേഗം ഇഖാമത്തിന്റെ വാചകങ്ങൾക്കും ഇജാബത്ത് കൊടുക്കണം. ആപത്തുകൾ കേട്ടാൽ, അപകടങ്ങൾ കേട്ടാൽ, മരണത്തെക്കുറിച്ച് കേട്ടാൽ അത് കേൾക്കുന്ന നമ്മളെ കാതുകൊണ്ടാണ്. അപ്പൊ നമുക്കൊരു ധർമ്മമുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണം. അതുപോലെ തന്നെ ആശ്ചര്യജനകമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വല്ലതും കേട്ടാൽ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അത് ചൊല്ലണം. കാരണം എന്താ? നമ്മുടെ കാതുകൊണ്ടാണ് അത് കേട്ടത്. വിജയത്തെക്കുറിച്ച് കേൾക്കുന്നു, സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കുന്നു, എനിക്കൊരു കുഞ്ഞുണ്ടായി എന്ന് വേറൊരാൾ വന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കണം, അൽഹംദുലില്ലാഹ്. സന്തോഷമുള്ള കാര്യം, വിജയത്തിന്റെ കാര്യം കേൾക്കുമ്പോ അൽഹംദുലില്ലാഹ് നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. നമ്മൾ സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. ഇങ്ങനെ കാതുകൾക്കുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ പടപ്പാണ് ഇതൊക്കെ, അവന്റെ സൃഷ്ടിയാണ്, അവന്റെ സൃഷ്ടി വൈഭവമാണ്, വിസ്മയമാണ്. ആ അനുഗ്രഹങ്ങൾക്കൊക്കെയും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടും കടപ്പാടുകൾ പ്രവർത്തിക്കൊണ്ടും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്ന ഉപദേശമാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ നമുക്ക് നൽകിയത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ നൽകട്ടെ. നമ്മുടെ കണ്ണും കാതും ഖൽബും എല്ലാം അല്ലാഹു ബറക്കത്തുള്ള അവയവങ്ങളാക്കി തരട്ടെ. അവൻ പൊരുത്തപ്പെട്ടത് കാണാനും കേൾക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് ഉദവി നൽകട്ടെ. തെറ്റായ മാർഗത്തിലൂടെയുള്ള സഞ്ചാരത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.